നമുക്ക് ഓൺലൈൻ എക്സാം PSC ഓൺലൈൻ എക്സാമിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ഒരു 5-10 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ ശിവദാസൻ നന്ദിയായിട്ട്, ജനക്ഷേമ സമിതി, അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ, പൗരാവകാശ സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. കണ്ണിന്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തി ലഭിക്കുന്നതിനും ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ ആണ് ഉത്തരം, വിറ്റാമിൻ എ. അതുപോലെ തന്നെ ഓക്സിജന്റെ പ്രധാന ഉപയോഗം എന്താണ്? ഓക്സിജന്റെ പ്രധാനമായ ഉപയോഗം ശ്വസനത്തിന് വേണ്ടിയാണ് ഓക്സിജൻ പ്രധാനമായി ഉപയോഗിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഡെസിബൽ ഏതിന്റെ യൂണിറ്റ് ആണ്? ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. ഡെസിബൽ ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ്. ഇങ്ങനെ വേണം, തിരിച്ചും വേണം, ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. ഭാസ്കര 1 ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ആണ്. ഭാസ്കര 1 ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ആര്യഭട്ട ആണ് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം. ആര്യഭട്ടയാണ് ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹം. 2010 ജൂലൈ 15 ഇന്ത്യൻ രൂപയുടെ ചിഹ്നം നിലവിൽ വന്നത്. 2010 ജൂലൈ 15 ഇന്ത്യൻ രൂപയുടെ ചിഹ്നം നിലവിൽ വന്നത്. റിസാറ്റ് 1 വിക്ഷേപിച്ചത് 2012 ഏപ്രിൽ 26 2012 ഏപ്രിൽ 26 റിസാറ്റ് വിക്ഷേപിച്ചത്. ഇത് നമ്മളിങ്ങനെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഹരിതകമില്ലാത്ത കരയിലെ സസ്യം കൂണാണ്. നീളം അളക്കാനുള്ള യൂണിറ്റ് ഏതാണ്? നീളം അളക്കാനുള്ള യൂണിറ്റ് മീറ്റർ ആണ്. വളരെ ചെറിയ ചോദ്യങ്ങളാണെങ്കിൽ പോലും പലർക്കും വേണമെങ്കിൽ അറിയാൻ വേണമെന്നുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളിത് മനസ്സിലേക്ക് കൊണ്ടുവരണം. കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ചോദ്യവും അതുപോലെ തുടർന്ന് വരാനുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ വേണമെങ്കിൽ താരതമ്യ പഠനം നടത്തിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് പരമാവധി പേരിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ശിവദാസൻ നന്ദിയായിട്ട്, വൺ സ്ട്രഗിൾ മീഡിയ. പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, ആവർത്തിച്ച് വീഡിയോ കാണുകയും അത് നിങ്ങൾ മനസ്സിന്റെ ബ്രെയിനിലേക്ക് ഉറപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യണം. ചെറിയ ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഈ ശ്വസനം, ഓക്സിജന്റെ പ്രധാനമായിട്ടുള്ള ഇതാണ്. ശ്വസനത്തിന് വേണ്ടിയാണ് ഓക്സിജൻ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം, അല്ലെ? ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് അർത്ഥം മുറിച്ച് നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. PSC എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന് കുറച്ച് ഭാഗ്യം നമ്മുടെ മുന്നിൽ വേണം, പിന്നെ ഒരു അവഗാഹമായിട്ടുള്ള പഠനം വേണം. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കണം. ഞാൻ ശിവദാസൻ നന്ദിയായിട്ട്, വൺ സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു.